കലൂർ സ്റ്റേഡിയത്തിൽ GCD നിർദ്ദേശിച്ച നിബന്ധനകളിൽ പലതും സംഘാടകർ പാലിച്ചില്ലെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ റോൾ എന്താണെന്ന് പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തുമെന്നും കമ്മീഷണർ പറഞ്ഞു. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട 24ഓളം നിർദ്ദേശങ്ങളാണ് GCDയെ സംഘാടകർക്ക് നൽകിയിരുന്നത്. ഇതിൽ പലതും സംഘാടകർ പാലിച്ചിരുന്നില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. ഫയർഫോഴ്സ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ക്ലിയറൻസ് നേടിയിട്ടില്ല. ദിവ്യ ഉണ്ണി ഉൾപ്പെടെയുള്ളവരുടെ റോൾ എന്താണെന്ന് പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വിളിച്ചു വരുത്തുമെന്നും കമ്മീഷണർ പറഞ്ഞു. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരുന്നത് കണ്ടില്ലേ? സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് അനുമതി നൽകുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കും. അതിപ്പോൾ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ നൽകും. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ. അപ്പം ഈ നിർദ്ദേശങ്ങളൊക്കെ നൽകിയതിന് ശേഷം പരിപാടിക്ക് ഒരാഴ്ച മുമ്പെങ്കിലും ഇത്തരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ പോയി എല്ലാം പരിശോധിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ പോലും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ പോയി പരിശോധിക്കും, ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകും. നൽകിയതിന് ശേഷം മാത്രമേ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് അനുവദിക്കുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് കണ്ടെത്തിയതിന്റെ അർത്ഥം എന്താണ്? ഇതിന് തൊട്ട് മുമ്പ് ഈ ഉദ്യോഗസ്ഥരൊന്നും അവിടെ പോയി പരിശോധന നടത്തിയില്ലെന്നല്ലേ? അപ്പൊ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ചയല്ലേ? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ അവർ ചെയ്തില്ല എന്ന് പറയുന്നതിലൂടെ അവർ സ്വയമായിട്ട് അവരുടെ കുഴി തന്നെ തോണ്ടുവാണ്. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അവരൊന്നും കൃത്യമായിട്ട് പരിശോധന നടത്തിയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി ബാക്ക് ടു അതിന്റെ സംഘാടകർ ഏറ്റവും വലിയ ഉടായിപ്പാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 4 കോടി രൂപയോളമാണ് പിരിച്ചെടുത്തത് അവിടെ വന്നിട്ടുള്ള നർത്തകരുടെ കയ്യിൽ നിന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഇത്രയും രൂപ പിരിച്ചെടുത്തതിന് ശേഷം പോലും സേഫ്റ്റിക്കോ സെക്യൂരിറ്റിക്കോ യാതൊരു രീതിയിലുള്ള മുൻഗണനയും കൊടുക്കാതെയാണ് അവർ ആ പരിപാടി സംഘടിപ്പിച്ചത്. അതിന്റെ ഒരു വാർത്തയുണ്ട്, ഞാൻ അത് കേൾപ്പിച്ചു തരാം. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടി സംഘാടകരായ മൃദംഗാവിഷ്ണുവിനെതിരെ ഗുരുതര ആക്ഷേപം. നൃത്ത പരിപാടിക്ക് എത്തിയവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നാണ് പരാതി. നടി ദിവ്യ ഉണ്ണിയുടെ പേരിലും പരസ്യത്തിനായും വൻ തുകയാണ് മൃദംഗാവിഷ്ണൻ പിരിച്ചെടുത്തത്. ഉമ തോമസ് MLAക്ക് അപകടമുണ്ടായ ആ പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം ഇതാണ്. അത് മേപ്പാടിയിലാണ് പ്രവർത്തിക്കുന്നത്. അതൊരു ഒറ്റമുറി സ്ഥാപനമായാണ് പ്രവർത്തിക്കുന്നത്. ഊട്ടി റോഡിലെ പഞ്ചായത്ത് EMS ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യമാണ് മൃദംഗാവിഷൻ സംഘടിപ്പിച്ചത്. തമിഴ്നാടിന്റെ റെക്കോർഡ് മറികടക്കാനുള്ള കേരളത്തിന്റെ നൃത്ത പരിപാടി എന്നാണ് നൽകിയ പ്രചാരണം. ഇത് സർക്കാർ പരിപാടി എന്ന് തെറ്റിദ്ധരിച്ചാണ് പലരും എത്തിയത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഒരാളിൽ നിന്ന് വാങ്ങിയത് 3,500 രൂപ. മേക്കപ്പ് ഉൾപ്പെടെ ചിലവുകൾ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മുടക്കണം. ഒപ്പം എത്തുന്നവർക്ക് പരിപാടി കാണാൻ വേറെ ടിക്കറ്റും എടുക്കണം. ഇത്ര പണം പിരിച്ചിട്ടും ഒരു കുപ്പിവെള്ളം പോലും നൽകാൻ സംഘാടകർ തയ്യാറായില്ല. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. എന്തായാലും സംഘാടനത്തിൽ വലിയ പിഴവ് തന്നെ വന്നിട്ടുണ്ട്. വൻ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ദിവ്യ ഉണ്ണിയുടെ പേരും പറഞ്ഞ് അഡ്വർടൈസ് ചെയ്തിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ്, കേരളത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് അഭിമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെയും അവിടെ വന്നിട്ടുള്ള നർത്തകരെയും വിഡ്ഢികളാക്കി. ദിവ്യ ഉണ്ണിയെക്കാട്ടിലും മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന, പെർഫെക്റ്റ് ആയിട്ട് നൃത്തം ചെയ്യുന്ന ഒരുപാട് നർത്തകരുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ മുങ്ങിപ്പോയി. എന്നിട്ട് അവസാനം എന്താണ് ചെയ്തത്? 12,000 പേര് ഒന്നിച്ച് കളിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡാണ്. ദിവ്യ ഉണ്ണിയുടെ പേരിലുള്ള ഗിന്നസ് റെക്കോർഡല്ല. അത്രയും പേര് ഒന്നിച്ച് കളിക്കുമ്പോൾ ദിവ്യ ഉണ്ണിയെ മാത്രം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആ ഒരു ഗ്രൗണ്ടിന്റെ നടുക്ക് സെന്റർ ഓഫ് അറ്റൻഷൻ ആയിട്ട് ദിവ്യ ഉണ്ണിയെ നിർത്തിയിട്ട് ബാക്കിയുള്ള കുട്ടികളെയും നർത്തകരെയും അങ്ങേ അറ്റത്ത്, അതും കുറച്ച് സ്പേസിൽ, ഇടുങ്ങിയ സ്പേസിൽ കട്ടയൊക്കെ അടുക്കി വെക്കുന്നത് പോലെ അവരെ അടുക്കി നിർത്തി. അവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയോ? പറ്റിയില്ല. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ ഇപ്പം എന്ത് പ്രഹസനം കാണിച്ചാലും അങ്ങ് എടുത്തു കൊടുക്കുവാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനൊക്കെ ആരെങ്കിലും ഗിന്നസ് റെക്കോർഡ് കൊടുക്കുമോ? നിങ്ങൾ ആ ഡാൻസ് പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കണം. ആ കുട്ടികൾക്ക് കൃത്യമായിട്ട് ചുവടുകൾ വെക്കാൻ പോലും സ്ഥലമില്ല. ദിവ്യ ഉണ്ണിയെ മാത്രം മാധ്യമങ്ങളൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് ദിവ്യ ഉണ്ണി നടുക്കുന്നത് നല്ല സൂപ്പറായിട്ട് കളിച്ചു. ബാക്കിയുള്ള കുട്ടികളോ, ബാക്കിയുള്ള നർത്തകരോ അവർ വിഡ്ഢികളായി പോയില്ലേ? 2 കുട്ടികളെ ഇതിലേക്ക് പറഞ്ഞു വിട്ട ഒരു അമ്മ പറയുന്നത് കേട്ടാണ് 15,000 രൂപയോളമാണ് അവർക്ക് ചെലവായത്. അതിനൊപ്പം തന്നെ വണ്ടിക്കൂലിയും ബാക്കിയുള്ള കാര്യങ്ങളും വേറെ, ബാക്കിയുള്ള ചെലവുകളും വേറെ. ഇത്രയധികം പൈസ പിരിച്ചെടുത്തതിന് ശേഷവും അവർക്ക് കൃത്യമായിട്ടുള്ള കുടിവെള്ളമോ ബാക്കി സൗകര്യങ്ങളോ ഒന്നും തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. ഒരു MLAക്ക് വന്ന അവസ്ഥ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സോ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും അറേഞ്ച്മെന്റോ ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുടിവെള്ളം പോലും കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്.
ഇപ്പം MLAക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പബ്ലിക്കിന് മുമ്പിൽ അറിയാൻ സാധിച്ചു. ഇല്ലായിരുന്നെങ്കിലോ ഒന്നും അറിയത്തില്ലായിരുന്നു. വലിയ തട്ടിപ്പ് നടത്തിയിട്ട് അവർ മുങ്ങിയേനെ. ഇപ്പം അവർ ജാമ്യത്തിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യത്തിൽ. ഇവിടെ ഇപ്പോൾ ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ദിവ്യ ഉണ്ണിയുടെ പേരിലാണ് ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ പോയേക്കുന്നത്. ദിവ്യ ഉണ്ണിയാണ് ഏറ്റവും കൂടുതൽ അഡ്വർടൈസ് ചെയ്തേക്കുന്നത് ഈ കാര്യം. അപ്പോൾ അവർക്കും ഉത്തരവാദിത്തം ഉണ്ട്. നല്ലൊരു നർത്തകിയായിരുന്നു അവരെ എന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും അവർ വന്ന് സെന്ററിൽ നിന്നിട്ട് ബാക്കിയുള്ള കുട്ടികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഒന്നിച്ച് നടത്തുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുക, നിരനിരയായിട്ട് നിർത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. വരിയായിട്ട് എല്ലാ നർത്തകരെയും അവിടെ അറേഞ്ച് ചെയ്തിട്ട് ഒരു 2 അടി മാറി ദിവ്യ ഉണ്ണി നിന്നോട്ടെ, കാരണം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് കളിക്കുന്നത്. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. ഇതേപോലെ ലോക റെക്കോർഡ് നേടിയ പല പെർഫോമൻസും പല സ്റ്റേറ്റുകളിൽ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഭരതനാട്യമാണ് കാഴ്ചവെച്ചതെന്നാണ് പറയുന്നത്. എന്ത് പെർഫെക്ഷനാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഞാനൊരു നർത്തകിയല്ല, പക്ഷെ കാണുന്നവർക്കെല്ലാം അത് മനസ്സിലാവും. ഒരു രീതിയിലുള്ള കോർഡിനേഷൻ ഇല്ല, പെർഫെക്ഷൻ ഇല്ല, യുണീക്നെസ് ഇല്ല. ഭംഗി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭംഗി പോലും ഇല്ലായിരുന്നു. അവിയൽ പരുവമായിട്ട് എല്ലാവരും കൂടെ കൂടി നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു, എന്തോ പ്രഹസനം കാണിക്കുന്നു. ദിവ്യ ഉണ്ണി ഫ്രണ്ടിൽ നിന്നിട്ട് മാധ്യമങ്ങളുടെ അറ്റൻഷൻ എല്ലാം നേടിയെടുക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. യാതൊരു ഇമ്പോർട്ടൻസും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, ഒരു അഭിമാനവും തോന്നുന്നില്ല. ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതിനു മുമ്പ് 1 വർഷം മുമ്പ് ഇതേപോലെ ഗിന്നസ് റെക്കോർഡ് നേടിയെടുത്തിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് 11,000 നർത്തകരെ അണിനിരത്തിയാണ് ചെയ്തത്. ആസാമിലെ ഗുവാഹത്തിയിലാണ് അത് നടന്നത്. അവിടുത്തെ ഫോക്ക് ഡാൻസ് ആയിട്ടുള്ള ബിഹു എന്ന് പറയുന്ന ഡാൻസ് ആണ് അവർ പെർഫോം ചെയ്തത്. അവരുടെ സ്റ്റേജിൻ്റെ ഒക്കെ അറേഞ്ച്മെന്റ് നിങ്ങളൊന്ന് കാണണം, അവിടുത്തെ നർത്തകരെ നിങ്ങൾ കാണണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഞാൻ ഈ ഡാൻസ് പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു ഡാൻസ് പെർഫോമൻസിൻ്റെ വീഡിയോ കണ്ടത്. നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബിഹു ഡാൻസ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഡാൻസ് പെർഫോമൻസ് കാണാം. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അവിടെ നർത്തകരെ നിർത്തിയേക്കുന്നത് കണ്ടോ? കൃത്യമായിട്ട് വരിയായിട്ടാണ് നിർത്തിയേക്കുന്നത്. എല്ലാവർക്കും ഒരു കൈ അകലമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ചുവടുകൾ വെക്കാം. അവരുടെ ഡാൻസ് നല്ല മനോഹരമായിട്ട് കളിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അവിടെ ആരും ഫ്രണ്ടിൽ പോയി നിന്ന് പ്രഹസനം കാണിക്കുന്നില്ല, എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയേക്കുന്നു. അത്രയും വലിയൊരു ഗ്രൗണ്ടിൽ എല്ലാവരെയും നിരത്തി നിർത്തിയേക്കുന്നു. എന്ത് മനോഹരമാണെന്നറിയാമോ ആ പെർഫോമൻസ്. അവിടുത്തെ സ്റ്റേജ് അറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള അറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. അതിനൊക്കെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അഭിമാനിക്കാനുണ്ട്. അതും പോരാഞ്ഞിട്ട് 7 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ 5000 കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരുന്നു, ഭരതനാട്യം. അതൊന്ന് കാണണം. 7 വർഷം മുമ്പ് നടന്നതാണെങ്കിലും അവിടുത്തെ അറേഞ്ച്മെന്റും പെർഫെക്റ്റ് ആണ്. പിന്നെ തമിഴ്നാട് തന്നെ 10,000 കുട്ടികളെ നിരത്തി നിർത്തിക്കൊണ്ട് ഭരതനാട്യം ചെയ്തിരുന്നു. അത് 4 വർഷം മുമ്പാണ്. അതിൻ്റെ വീഡിയോയും യൂട്യൂബിൽ കിടപ്പുണ്ട്. അവരൊക്കെ എന്ത് മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തതെന്ന് അറിയാമോ? ആ ഒരു പരിപാടിയിലൊക്കെ തന്നെ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ആസാമിൽ വളരെ മനോഹരമായിട്ടുണ്ട്. നിങ്ങൾ ആ ഡാൻസ് പെർഫോമൻസ് ഒന്ന് പോയി കാണണം, അഭിമാനം തോന്നും. ഇങ്ങനെയാണ് നടത്തേണ്ടത്. ഇത് ഭരതനാട്യം എന്ന് പറയുന്ന കലയുടെ യുണീക്നെസ് തന്നെ ഇല്ലാതെയാക്കി. കുട്ടികളെ വിഡ്ഢികളാക്കി, കാണുന്ന നാട്ടുകാരെയും പറ്റിച്ച് ഇത്രയും കാശും തട്ടി. മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അവരാണ് ഇതിൻ്റെ സംഘാടകർ. അവർ ഏറ്റവും വലിയ തട്ടിപ്പാണ് നടത്തിയത്. ഇതിനകത്ത് ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന നർത്തകിക്കും ഉത്തരവാദിത്തമുണ്ട്. അവർ ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറണമായിരുന്നു. ദിവ്യ ഉണ്ണി തന്നെ 1 മാസം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണെന്ന്. ഇതാണോ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ്? ശരിക്കും ഇവിടെ നമ്മുടെ കേരള ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടണമായിരുന്നു. ഇത്രയും വലിയ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ നേടുന്ന ഒരു പെർഫോമൻസ് ആണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് ചുമ്മാ കാര്യമല്ല. ഇന്റർനാഷണലി അറ്റൻഷൻ കിട്ടുന്ന ഒരു പെർഫോമൻസിൽ ഒരു രീതിയിലുള്ള ഉത്തരവാദിത്വവും കാണിച്ചില്ല. നമ്മുടെ കേരളത്തിന്റെ പേര് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടൽ നടത്തണമായിരുന്നു. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, സേഫ്റ്റി മെഷേഴ്സ് സ്വീകരിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ നോക്കണമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നോക്കിയില്ല? അവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് പരാജയപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ സംഘാടകരുടെ തെറ്റല്ലേ, ഉദ്യോഗസ്ഥരുടെ തെറ്റല്ലേ, ഇവിടെ എങ്ങനെയാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇടപെടണമായിരുന്നു. കേരളത്തിന്റെ പേര് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഗവൺമെന്റ് നിർദ്ദേശം നൽകണമായിരുന്നു കൃത്യമായിട്ട്. നമ്മുടെ കൾച്ചറൽ മിനിസ്റ്റർ അവിടെ പ്രസന്റ് ആയിരുന്നല്ലോ, അദ്ദേഹത്തിന് നിർദ്ദേശം നൽകാമായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്താമായിരുന്നു.
അദ്ദേഹത്തെ എന്തായാലും മുൻകൂട്ടിൽ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുള്ളതാണ്. ക്ഷണിച്ച സമയത്തെങ്കിലും അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. എന്തുകൊണ്ട് നോക്കിയില്ല? വെറുതെ പ്രഹസനം നടത്താൻ വേണ്ടിയിട്ട് വന്ന് നിന്നു. ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ വന്ന് നിന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, പോയി. വെറും പ്രഹസനമാണ് നടന്നത്. ഇതിലൂടെ കേരളത്തിന്റെ അഭിമാനമല്ല കിട്ടിയത്, മറിച്ച് കേരളത്തിന്റെ പേര് പിന്നെയും തരം താഴുകയാണ് ചെയ്തത്. ഒരു രീതിയിലുള്ള മനോഹാരിതയും കാണാൻ സാധിക്കുന്നില്ല. ഒരുപാട് നർത്തകർ പറയുന്നത് ഞാൻ കേട്ടു മാധ്യമങ്ങളോട്, ഒരു രീതിയിലുള്ള പെർഫെക്ഷനും ഇല്ല പെർഫോമൻസിലെന്ന്. എങ്ങനെ പെർഫെക്ഷൻ കാണും? എല്ലാ കുട്ടികളെയും കൂടെ അടുക്കി നിർത്തിയേക്കുവാണ്. ആ കുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അടുക്കി നിർത്തിയേക്കുവാണ്. കൃത്യമായിട്ട് കയ്യോ കാലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർത്താൻ പോലും അവർക്ക് പറ്റുന്നില്ല, സ്ഥലമില്ല. അത്രയും വലിയൊരു ഗ്രൗണ്ടാണ്. അത്രയും വലിയൊരു ഗ്രൗണ്ടിൽ വളരെ മനോഹരമായിട്ട് അവരെ അറേഞ്ച് ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമായിരുന്നു. ഇത് ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് റെക്കോർഡ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയല്ല. 12,000 നർത്തകർ ഒരുമിച്ച് നിന്ന് കളിക്കുന്നതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. എന്നിട്ട് എവിടെ ഒരുമിച്ച് നിന്നു? ഇതാണ് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ അറിയത്തില്ല. പറയുന്നുണ്ട്, വലിയ അഭിമാനത്തോടുകൂടി പറയും, കേരളം വലിയൊരു സംഭവമാണ്, കേരളത്തിന് അഭിമാനിക്കാം. കേരളത്തിന് ഒരു രീതിയിലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല കഴിഞ്ഞ ദിവസം നടന്നത്. അതിലൂടെ ഒരു വ്യക്തിക്ക് അപകടം ഉണ്ടായി, വലിയ രീതിയിലുള്ളൊരു അപകടം ഉണ്ടായി. നിസ്സാരപ്പെട്ട ഒരു അപകടമല്ല, സാധാരണ പരിക്കല്ല, വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായി. ആ വ്യക്തി ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, ജാതിയോ മതമോ ഏതുമായിക്കോട്ടെ, ഒരു വ്യക്തിക്ക് അപകടമുണ്ടായോ? അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ വീഴ്ചകൾ വന്നു. ഇവിടെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പരാജയപ്പെടുന്നത്. ആ സംഘാടകരെ മാത്രം ഞാൻ കുറ്റം പറയില്ല, ഇവരൊക്കെ തന്നെ ഇതിനകത്ത് ഉത്തരവാദികളാണ്. അവരുടെ ഇടപെടൽ അവിടെ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. വളരെ മനോഹരമായിട്ട് ആ പെർഫോമൻസ് കാഴ്ചവെക്കാമായിരുന്നു, നമുക്ക് അഭിമാനിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഒന്നും അവിടെ നടന്നിട്ടില്ല.